ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 77:7 മുതൽ 10 വരെ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവിടുന്ന് ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? അവിടുത്തെ ദയ സദാകാലത്തേക്കും പൊയ്പോയോ? അവിടുത്തെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോകുമോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവിടുന്ന് കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാൽ അത് എൻ്റെ കഷ്ടതയാവും. അത്യുന്നതൻ്റെ വലങ്കൈ വരുത്തിയ സമ്മത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 77-ാം സങ്കീർത്തനത്തിൽ ഒരു ദൈവഭക്തൻ്റെ ചില ചോദ്യങ്ങളാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. കഷ്ടതയുടെ നാളുകളിൽ, കണ്ണുനീരിൻ്റെ സമയങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ ഈ ഭക്തനിരുന്ന് നെടുവേർപ്പെടുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു ധൂപം പോലെ ഉയരുകയാണ്. ഈ ഭക്തന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് അദ്ദേഹം വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപിടി ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ആ ചോദ്യം, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? ആ ദൈവം എനിക്ക് ഇനി ഒരിക്കലും അനുകൂലമാകയില്ലയോ? ആ ദൈവത്തിൻ്റെ മഹാദയ സദാകാലത്തേക്കും പൊയ്പോയോ? ആ സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തലമുറയോളം നശിച്ചു പോകുമോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുകയാണോ? ദൈവം കോപിക്കുമ്പോഴും തൻ്റെ കരുണ അടച്ചു കളയുകയാണോ? ഇങ്ങനെയുള്ള ഒരുപിടി ചോദ്യങ്ങളാണ് ഈ ഭക്തൻ്റെ മനസ്സിൽ ഉയരുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി നാം കാണേണ്ടത്, ദൈവം ഒരിക്കലും തൻ്റെ ഭക്തനെ തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ്. ദൈവം ഒരു ഭക്തന് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ദയ ഒരിക്കലും നമ്മെ വിട്ടുപോകയില്ല. ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ തലമുറയായി നിലനിൽക്കും. ദൈവം കൃപ കാണിപ്പാൻ ഒരിക്കലും മറക്കയില്ല. അവിടുന്ന് കോപിച്ചാലും തൻ്റെ കരുണ ഒരിക്കലും നമ്മിൽ നിന്നും നീക്കം ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മനസ്സിലുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം വലുതായിരുന്നുവെങ്കിൽ, ആ സർവശക്തനായ ദൈവം ചില സമയങ്ങളിൽ, ചില കാലങ്ങളിൽ കഷ്ടതകൾ, ശോധനകൾ, പരീക്ഷകൾ, വേദനകൾ, രോഗങ്ങൾ, വ്യാധികൾ, ബലഹീനതകൾ, ക്ഷീണങ്ങൾ, തളർച്ചകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മെ ആവരണം ചെയ്യുമ്പോൾ
നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ, പ്രാർത്ഥിച്ച് ജയം നേടുവാൻ അഭയസ്ഥാനമായി എല്ലായ്പ്പോഴും കൂടെയുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ആസാഫിൻ്റെ കഷ്ടതയിൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒടുവിൽ ഒരുപിടി ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയരുന്നതാണ് നാം കാണുന്നത്. പിന്നത്തേതിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ദൈവം ഒരിക്കലും തൻ്റെ കരുണ വിട്ടുകളയുകയില്ല എന്നുള്ളതാണ്. 77-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അതെ, തൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് പിന്നത്തേതിൽ അവന് പറയുവാനായിട്ട് സാധിച്ചു. അത് തൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിരുന്നു. ആമേൻ.